ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊച്ചി ഏരിയ ആയുർവേദിയം 2024 ആയുർവേദ എക്സ്പോയുടെ ഭാഗമായി കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് കൊച്ചി കപ്പലണ്ടിമുക്ക് ഷാദി മഹലിൽ വെച്ച് വാർദ്ധക്യകാല രോഗങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മട്ടാഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AMIA കൊച്ചി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് വാര്യർ അധ്യക്ഷത വഹിച്ചു. സാറിനൊരു മരണം ഞാൻ ഇവിടെ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അത് സാറ് കോവിഡിന്റെ ഈ പരിപാടിക്ക് വേണ്ടി സാറ് വളരെ സ്ട്രേറ്റ് സമയം കൂടി ചെലവഴിക്കാതെ ഇവിടെ പോകുന്നതാണ്. യോഗം ഇതിന്റെ ക്യാമ്പ് ഭൗതികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KR മനോജ് സാറിനെ ആർദ്രമായി സ്വാഗതം. ഡിസംബർ സമയത്ത് എല്ലാവർക്കും വളരെ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്താനായിട്ട് അവരെല്ലാവരും കൂടി വന്നു, ഡോക്ടേഴ്സ് എല്ലാവരും കൂടി വന്നു. അതോടൊപ്പം തന്നെ ശ്രീ രാജീവിന്റെ നേതൃത്വം കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ഇതിൻ്റെ അവരോടൊപ്പം തന്നെ ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം നടത്താം. സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ആയുർവേദം അലോപ്പതിയേക്കാൾ സാമ്പത്തികമായിട്ട് കൂടുതൽ പൈസ ആകുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല എങ്കിലും പെട്ടെന്ന് നമുക്കൊരു പാരസെറ്റമോൾ അതുകൊണ്ട് വാങ്ങിക്കുന്ന പോലെ നമുക്ക് ആയുർവേദ മരുന്ന് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഡോക്ടേഴ്സ് ഇത്രയും പെട്ടെന്ന് അവരുടെ തിരക്കുള്ള സമയമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇത്ര ആൾക്കാരായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു. ഇത് മാത്രമല്ല, ഇത്ര ആൾക്കാർ 132 ആൾക്കാർ അല്ലേ, 132 ആൾക്കാർ ഈ 2-3 മണിക്കൂറിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റംസ് ഓഫ് മെഡിസിന് ജനങ്ങൾക്കിടയിൽ, സാധാരണ ആൾക്കാർക്കിടയിൽ ഉള്ള ഒരു അവർക്ക് എത്രത്തോളം വിശ്വാസം ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ള തെളിവും കൂടിയാണ്. നമുക്ക് പല ആയുർവേദം, ഹോമിയോ, യുനാനി, അലോപ്പതി, പിന്നെ ഹോളിസ്റ്റിക് ചികിത്സ, മറ്റ് അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ, ഇങ്ങനെയൊക്കെ ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാണ്. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കുന്നതിന് ഉപരിയായിട്ട് ആയുർവേദത്തിൽ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ നമുക്കൊരു അസുഖം വരാതെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതും ആയുർവേദ പറഞ്ഞു, സാർ പറഞ്ഞു, സുഖ ചികിത്സ എന്ന് പറയുന്ന പോലെയും വേണേൽ പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അസുഖം വന്നാൽ ചികിത്സിക്കുന്നത് അവിടെ നിൽക്കട്ടെ, അതെന്തായാലും ചെയ്തേ പറ്റൂ. അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ചുറ്റുമുള്ള ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവർ ഇക്കാര്യത്തിൽ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നത് വഴി ആരോഗ്യവാനായി തുടരുന്നതിന് ആയുർവേദ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആഹാര രീതി, വ്യായാമത്തിന്റെ ആവശ്യകത, ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ഗീത G മേനോൻ ക്ലാസ് നയിച്ചു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജിൻഷിദ് സദാശിവൻ, CCS പ്രസിഡന്റ് സലീം ഷുക്കൂർ, ഡോക്ടർ GK മേനോൻ, CCS സെക്രട്ടറി ഷംസു യാക്കൂബ്, പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പള്ളുരുത്തി, KA റഷീദ്, അബ്ദുൾ റഫ് എന്നിവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജനറൽ ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.